വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് DSPയുടെ ബ്ലോക്ക് ഡയഗ്രാം, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് DSP ഇത്രയും സെക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം DSP എന്ന് പറയുമ്പോഴും 3 വേർഡാണ്: ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. ഇപ്പം സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് വിച്ച് ക്യാരി സം ഇൻഫോർമേഷൻ, അതിനാണ് നമ്മൾ സിഗ്നൽ എന്ന് പറയുന്നത്. എനിത്തിങ് which carries some meaningful information. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ നമ്മൾ സിഗ്നലിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, അതായത് CT സിഗ്നൽ, DT സിഗ്നൽ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൽ നമ്മൾ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാക്ടിങ് യൂസ്ഫുൾ ഇൻഫോർമേഷൻ, നമുക്കൊരു ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിഗ്നൽസ് ഉണ്ടെങ്കിൽ അതിനകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അത് അനലൈസിങ് ആവാം, എക്സ്ട്രാക്ടിങ് ആവാം, അങ്ങനെ ഏത് രീതിയിലുണ്ടെങ്കിൽ നമുക്ക് സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാം. ഈ DSPയിൽ നമ്മൾ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുന്നത് ഡിജിറ്റൽ മീൻസിലായിരിക്കും നമ്മൾ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അതാണ് DSP എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്. ബ്ലോക്ക് ഡയഗ്രാമിനകത്ത് ബേസിക്കലി 5 ബ്ലോക്സ് ആണ് വരുന്നത്. അപ്പം അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ അനലോഗ് സിഗ്നൽ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് ഒരു പ്രീ ഫിൽറ്റർ ആണ്. പ്രീ ഫിൽറ്ററിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി കമ്പോണൻറ്റിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രീ ഫിൽറ്ററിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ യൂസ് ചെയ്യുമ്പം, ഫോർ എക്സാമ്പിൾ, ഒരു ഓഡിയോ സിഗ്നൽ ആണെങ്കിൽ നമുക്കറിയാം 20 to 20 kHz ആണ് ഓഡിബിൾ റേഞ്ച്. അപ്പം ആ ഒരു റേഞ്ചിലുള്ള ഫ്രീക്വൻസീസിനെ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, പാസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഒരു പ്രീ ഫിൽറ്റർ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി ഈ DSPയിൽ ഹാർഡ് പോർഷൻ എന്ന് പറയുന്നത്, നമ്മളുടെ DSP എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്, അല്ലെങ്കിൽ ഒരു അൽഗോരിതം ആണ്. നമ്മൾ സിസ്റ്റത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ ഡിസൈൻ പഠിച്ചായിരുന്നു. ഡിസൈൻ പഠിച്ചപ്പം HOFZ, FIR നും IIR നും HOFZ നമ്മൾ ഡിസൈൻ ചെയ്തായിരുന്നു. അപ്പം HOFZ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു DSPയുടെ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് കോഎഫിഷ്യൻസ് കാണും, B0, B1, അതുപോലെ A1, A2 കോഎഫിഷ്യൻസ്. പിന്നെ ബേസിക് എലമെന്റ്സ് ആയിട്ട് വരുന്നത് ആഡർ, മൾട്ടിപ്ലയർ, ഡിലേ എലമെന്റ്സ്. അങ്ങനത്തുള്ള ഒരു യൂണിറ്റ് കാണും. അതാണ് ഈ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൽ മെയിൻ കമ്പോണൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം ആ DSP സിസ്റ്റത്തിലേക്ക് നമ്മളിവിടെ കൊടുത്ത ഇൻപുട്ടിൽ കൊടുത്ത പ്രീ ഫിൽറ്ററിൽ കൊടുത്തത് അനലോഗ് ഇൻപുട്ടാണ്. ഇതൊരു ഡിജിറ്റൽ ഹാർഡ്വെയർ ആയതുകൊണ്ട് നമുക്ക് സിഗ്നൽസിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, നമ്മൾ ഡിജിറ്റൽ മീൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിജിറ്റൽ മീൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം ADC എന്ന് വെച്ചാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണ്. അപ്പം അതിൻ്റെ ഇൻപുട്ട് അനലോഗ് ഫോമിലായിരിക്കും, അതിൻ്റെ ഔട്ട്പുട്ട് ഡിജിറ്റൽ ഫോമിലായിരിക്കും. ആ ഡിജിറ്റൽ ഇൻപുട്ട് ആയിരിക്കും നമ്മൾ DSPയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ഫിൽറ്ററിങ് അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് DSP അൽഗോരിതം ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡിസൈനിങ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. FIR ഫിൽറ്റർ, IIR ഫിൽറ്റർ, അതിലേക്ക് HZ ആണ്. അപ്പോൾ HZനകത്ത് നമ്മൾ അനലോഗ് ഫിൽറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഡിജിറ്റൽ ഫിൽറ്ററിനകത്ത് കമ്പോണൻസ് ആയിട്ട് വരുന്നത് ആഡർ, മൾട്ടിപ്ലയർ, ഡിലേ എലമെന്റ്. അനലോഗ് ഫിൽറ്റർ അല്ലെങ്കിൽ റെസിസ്റ്റർ, കപ്പാസിറ്റർ, അല്ലെങ്കിൽ ഓപ്പ് ആമ്പ്, അങ്ങനത്തുള്ള അനലോഗ് കമ്പോണൻസ് ഒക്കെ വന്നേനും നമ്മൾ DSP വരുമ്പോഴത്തേക്കും അങ്ങനത്തുള്ള അനലോഗ് കമ്പോണൻസ് ഒന്നും ഇല്ല. അതുപോലെ ഡിജിറ്റൽ ഫിൽറ്ററും അനലോഗ് ഫിൽറ്ററിനെയും കമ്പാരിസൺ നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ അത് വീഡിയോ പ്രോസസ്സിംഗ് ആവാം, ഓഡിയോ പ്രോസസ്സിംഗ് ആവാം, അല്ലെങ്കിൽ കംപ്രഷൻ ആവാം, അങ്ങനെ ഏത് ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു അൽഗോരിതം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിജിറ്റൽ ഫോമിലായിരിക്കും. അപ്പം അഗെയിൻ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു DAC ഉണ്ട്. DAC എന്ന് വെച്ച് കഴിഞ്ഞാൽ ADCയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണ്. ഈ ഡിജിറ്റലി വരുന്ന സിഗ്നലിനെ അനലോഗ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം അങ്ങനത്തുള്ള കൺട്രോൾ സിസ്റ്റം ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത് വല്ല കൺട്രോളിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ വാൽവ് ഓപ്പൺ ക്ലോസിങ് അങ്ങനത്തുള്ളതൊക്കെ ഓപ്പറേഷൻസിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ആ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിജിറ്റൽ സിഗ്നൽ വെച്ചിട്ട് ആ വാൽവ് ഓപ്പറേറ്റ് ചെയ്യാനോ അങ്ങനത്തുള്ള പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വീണ്ടും അനലോഗ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം അതാണ് ഈ DACയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ DSPയിൽ പ്രോസസ് ചെയ്ത സിഗ്നലിനെ
ഡിജിറ്റൽ ഫോമാണ് അതിനെതിരെ കൺവേർട്ട് ചെയ്യും, അനലോഗ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പം നമുക്ക് വാല്യൂലേക്ക് കൊടുക്കുകയാണെങ്കിൽ പ്രഷർ സിഗ്നലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എന്ത് ഫോമിൽ വേണം? അനലോഗ് ഫോമിൽ വേണം. പിന്നെ ലാസ്റ്റ് ഒരു ബ്ലോക്കായിട്ട് നമുക്ക് പോസ്റ്റ് ഫിൽട്ടർ എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് ഉണ്ട്. അതിൻ്റെയും ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി കമ്പോണന്റിനെ എലിമിനേറ്റ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഡിജിറ്റലി പ്രോസസ് ചെയ്ത് സിഗ്നൽ ഔട്ട്പുട്ടിൽ കിട്ടും. ഇതാണ് ഒരു ജനറൽ DSP സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. ഇപ്പോൾ 5 ബ്ലോക്സ് ഉണ്ട്. ഫസ്റ്റ് പ്രീ ഫിൽട്ടറിലേക്ക് നമ്മൾ ഒരു അനലോഗ് ഇൻപുട്ട് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഡിസൈഡ് ഫ്രീക്വൻസിയിലേക്ക് അത് ഫിൽട്ടർ ചെയ്യും. പിന്നെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞ DSP ആണ്. അപ്പോൾ DSP ഡിജിറ്റൽ സിഗ്നൽസിനെ ഇൻപുട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ വെച്ചിട്ട് ആ ഇൻപുട്ട് സിഗ്നലിനെ ഡിജിറ്റൽ മീൻസിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി ഈ DSP മീൻസ് HOVZ നമ്മളുടെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് അനുസരിച്ചിട്ട് അതിന്റെ ഒരു മെയിൻ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ്. ഇപ്പം ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു DSP സിസ്റ്റം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ കോഎഫിഷ്യൻസ് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫിൽറ്ററിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ചേഞ്ച് ആവും. അപ്പോൾ നമ്മളൊരു അനലോഗ് ഫിൽറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വേറൊരു ആപ്ലിക്കേഷനിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് ഫുൾ സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം? നമുക്ക് റീഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതുപോലെ തന്നെ കമ്പോണന്റ് ടോളറൻസ് ഒക്കെ നോക്കേണ്ടി വരും. റെസിസ്റ്റർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂ കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യും? ആ ടോളറൻസും കൂടെ എടുത്തിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ആക്യുറസി അത് എഫക്ട് ചെയ്യും. DSP വരുമ്പോഴത്തേക്ക് സിസ്റ്റം വളരെ ഫ്ലെക്സിബിൾ ആണ്. ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് വേറെ ആപ്ലിക്കേഷനിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ ആക്യുറേറ്റ് സിസ്റ്റം ആണ് കമ്പയർഡ് ടു അനലോഗ് സിഗ്നൽ പ്രോസസ്സിംഗ്. അതുപോലെ ഡിജിറ്റൽ സിഗ്നൽ ആയതുകൊണ്ട് സ്റ്റോർ ചെയ്യാനും യൂസ്ഫുൾ ആയിരിക്കും. അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. നമ്മളത് ലേറ്റർ പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇതിന്റെ ഔട്ട്പുട്ട് ഡിജിറ്റൽ മീൻസിലായിരിക്കും. അതിനെ അഗെയിൻ നമ്മൾ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്ത് ഒരു പോസ്റ്റ് ഫിൽട്ടർ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തു. ഇതാണ് ഒരു ജനറൽ DSPയുടെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. ഇത് 5 മാർക്സിനൊക്കെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ബ്ലോക്ക് ഡയഗ്രം എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് DSP. അഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ആണ്. അപ്പം DSP സിസ്റ്റം ക്യാൻ ബി ഈസിലി കോൺഫിഗേർഡ് ബൈ ചേഞ്ചിങ് ദ പ്രോഗ്രാം ഓർ അൽഗോരിതം. റീകോൺഫിഗറേഷൻ ഓഫ് ആൻ അനലോഗ് സിസ്റ്റം ഇൻവോൾവ്സ് റീഡിസൈൻ ഓഫ് ദ സിസ്റ്റം ഹാർഡ്വെയർ. അപ്പം നമ്മളിപ്പോൾ ഒരു DSP സിസ്റ്റം ഡിസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിന്റെ HOVZ ആണ് മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പം വേറൊരു ഫിൽട്ടർ സ്പെസിഫിക്കേഷനിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? IAR ഫിൽട്ടർ ആണെങ്കിൽ അതിനകത്ത് കോഎഫിഷ്യൻസ് എന്തൊക്കെ കാണും? B0, B1, അതുപോലെ A1, A2 എക്സെട്ര കോഎഫിഷ്യൻസ് കാണും. അപ്പോൾ ആ കോഎഫിഷ്യൻസിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ആപ്ലിക്കേഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഈ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം ആ സിസ്റ്റം വളരെ ഫ്ലെക്സിബിൾ ആണ്. അപ്പം നമ്മൾ ഇതിന് പകരമായിട്ട് ഒരു അനലോഗ് സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റീകോൺഫിഗറേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം അതിനകത്ത് നമ്മൾ ഹാർഡ്വെയർ കമ്പോണൻസ്, ഇപ്പോൾ റെസിസ്റ്റർ അല്ലെങ്കിൽ ഓപ്പാമ്പ് അങ്ങനത്തെ കമ്പോണൻസ് കാണും. അപ്പോൾ അതിന്റെ വേറൊരു ഡിസൈനിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ ഫുൾ റീഡിസൈൻ വേണം. അപ്പോൾ കമ്പോണന്റ് ടോളറൻസ് ഒക്കെ അവിടെ അഫക്ട് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി ആണ് ഈ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു കമ്പോണന്റ് ടോളറൻസ് ആൻഡ് ഏജിങ് എഫക്ട്. ഇപ്പം നമ്മളിവിടെ അനലോഗ് കമ്പോണൻസ് ഒന്നുമല്ല യൂസ് ചെയ്യുന്നത് ഫിൽറ്ററിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഡിജിറ്റൽ ഫിൽറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അനലോഗ് ഫിൽറ്റർ ആയിരുന്നെങ്കിൽ നമ്മൾ റെസിസ്റ്റർ കപ്പാസിറ്റർ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഏജിങ് എഫക്ട് വരും. അപ്പം ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും അതിന്റെ പെർഫോമൻസ് കുറയും. അപ്പോൾ അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ ഒന്നും നമുക്ക് ഡിസൈൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പം കമ്പോണന്റ് ടോളറൻസും ഏജിങ് എഫക്റ്റും എന്തിനകത്ത് കാണത്തില്ല? നമ്മളുടെ DSP സിസ്റ്റത്തിനകത്ത് കാണത്തില്ല, സിൻസ് വി ആർ നോട്ട് യൂസിങ് എനി അനലോഗ് കമ്പോണന്റ്. ഇനി തേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ DSPനെ ഒരു സിംഗിൾ ചിപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ VLSI ഫാബ്രിക്കേഷൻ ഒക്കെ യൂസ് ചെയ്ത് ഒരു സിംഗിൾ IC ചിപ്പിലായിരിക്കും നമ്മൾ DSP ഫുൾ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുപോലെ അതിനകത്ത് ഇൻഡക്ടർ ഒന്നുമില്ല. സോ ഇറ്റ് ക്യാൻ ബി ഇന്റഗ്രേറ്റഡ് ഇൻ എ സിംഗിൾ ചിപ്പ്. ഇനി ഫോർത്ത് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്യുറസി ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞ അനലോഗ് കമ്പോണൻസ് ഒന്നുമില്ല. അപ്പം ടോളറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അനലോഗ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നെങ്കിൽ എന്ത് പറ്റില്ല? ഇതിനകത്ത് കമ്പോണൻസ് യൂസ് ചെയ്യുന്ന അനലോഗ് കമ്പോണൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം കമ്പോണന്റ് ടോളറൻസ് കൂടെ വരും.
ആക്യുറസി മച്ച് നോട്ട് മച്ച് ആസ് ആക്യുറേറ്റ് ആയിരിക്കും. അപ്പം DSP വരുമ്പോഴത്തേക്കും സിസ്റ്റം ആക്യുറേറ്റ് ആയിരിക്കും. കാരണം അതിന്റെ ഇൻഫോർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ കോഎഫിഷ്യൻസിലാണ്. അപ്പോൾ കോഎഫിഷ്യൻസിന് നമുക്ക് ഫിക്സഡ് പോയിന്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡിഫറെന്റ് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിസ്റ്റത്തിന്റെ ആക്യുറസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതാണ് അനദർ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് DSP എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഈസ് ഓഫ് സ്റ്റോറേജ് ആണ്. നമ്മളിവിടെ ഡിജിറ്റലി ആണ് സിഗ്നൽസിനെല്ലാം പ്രോസസ് ചെയ്യുന്നത്. സോ ഡിജിറ്റൽ മീൻസ് വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് 5 മേജർ അഡ്വാൻറ്റേജസ് ഓഫ് DSP എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫ്ലെക്സിബിലിറ്റി ആണ്. കാരണം അതിനകത്ത് നമ്മൾ ഡിജിറ്റൽ ഫിൽറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കോഎഫിഷ്യൻസ് ചേഞ്ച് ചെയ്താൽ മതി, അനലോഗ് കമ്പോണൻസ് ഒന്നും യൂസ് ചെയ്യില്ല. സെക്കൻഡ്, അനലോഗ് കമ്പോണൻസ് ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് കമ്പോണന്റ് ടോളറൻസോ ഏജിങ് എഫക്റ്റ് ഒന്നും വരില്ല. തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഫുൾ സിസ്റ്റത്തിനെ IC ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഫോർത്ത് വൺ എന്ന് വെച്ചാൽ ആക്യുറസി, കമ്പൗണ്ട് ടോളറൻസ് അതുപോലെ ഫിൽറ്റർ കോഎഫിഷ്യൻസിന്റെ റെപ്രസെന്റേഷൻസ് വെച്ചിട്ട് മോർ ആക്യുറേറ്റ് റിസൾട്ട്സ് ആർ ഒബ്റ്റെയിൻഡ് യൂസിങ് DSP. ഫിഫ്ത്ത് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിജിറ്റൽ മീൻസിലാണ് പ്രോസസ് ചെയ്യുന്നത്. അതുപോലെ സോ ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് വിത്ത് വെരി ലോ കോസ്റ്റ്. ദെൻ മൂവിങ് ഓൺ ടു ദ ലിമിറ്റേഷൻസ്. മേജർ ആയിട്ടുള്ള ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, DSPയുടെ പവർ കൺസംപ്ഷൻ കൂടുതലാണ്. കാരണം നമ്മളിവിടെ കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം പവർ കൺസംപ്ഷൻ ഹൈ ആണ് കമ്പയർഡ് ടു അനലോഗ് സിഗ്നൽ പ്രോസസ്സിങ്. അതുപോലെ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പം നമുക്കൊരു സിഗ്നൽ അനലോഗിലും പ്രോസസ്സ് ചെയ്യാം. അപ്പം അനലോഗിൽ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വേണ്ട, ഈ ADC DAC വേണ്ട. ഓക്കെ, അപ്പം കോംപ്ലക്സിറ്റി കുറവായിരിക്കും അനലോഗ് സിഗ്നൽ പ്രോസസ്സിങ്ങിൽ. പക്ഷേ DSPയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ബ്ലോക്ക് ഡയഗ്രം കണ്ടതാണ്. ഇത്രയും ബ്ലോക്സ് ഉണ്ട്. അഡീഷണൽ ആയിട്ട് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, അതുപോലെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, ഹാർഡ്വെയർ കൂടുതലാണ്. ഇപ്പൊ അനലോഗ് സിഗ്നൽ പ്രോസസ്സിംഗ് ആയിരുന്നെങ്കിൽ അനലോഗ് സിഗ്നൽ പ്രോസസ്സിംഗ് അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്, അനലോഗ് സിഗ്നൽ പ്രോസസ്സിംഗ്. നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോസസ്സർ ആണ്. അപ്പൊ അവിടെ അനലോഗ് പ്രോസസ്സേഴ്സ് ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഇൻപുട്ട് എന്തായിരിക്കും, അനലോഗ് ആയിരിക്കും. ഔട്ട്പുട്ട് എന്തായിരിക്കും, അനലോഗ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഡിജിറ്റലി കൺവേർട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ DSP ഡിജിറ്റൽ ആയതുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റലി കൺവേർട്ട് ചെയ്തത്. അനലോഗ് സിഗ്നൽ പ്രോസസ്സിംഗിനകത്ത് നമുക്ക് എന്തില്ല, ഈ ADC അതുപോലെ DAC കൺവേർഷൻസ് വരത്തില്ല. അപ്പൊ എന്തായിരിക്കും, സിസ്റ്റം കോംപ്ലക്സിറ്റി കുറവായിരിക്കും. ഇവിടെ സിസ്റ്റം കോംപ്ലക്സിറ്റി കൂടുതലാണെങ്കിലും മേജർ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ സിസ്റ്റത്തിന്റെ ഫ്ലെക്സിബിലിറ്റി ആണ്. നമ്മളൊരു പർട്ടിക്കുലർ എക്കോ ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതം ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന്റെ ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചുള്ള വേറൊരു എക്കോ ക്യാൻസലേഷൻ, വേറൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ക്യാൻസൽ ചെയ്യാനുള്ള അൽഗോരിതം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തുമാത്രം ചേഞ്ച് ചെയ്താൽ മതി, ഹോൾ സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട, അല്ലെങ്കിൽ റീകോൺഫിഗർ ചെയ്യേണ്ട, റീഡിസൈൻ ചെയ്യേണ്ട. പകരം ഫിൽറ്റർ കോഎഫിഷ്യൻസ് ഈ HOFISൽ വേരിയേഷൻസ് വരുത്തിയാൽ മാത്രം മതി. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫ്ലെക്സിബിലിറ്റി ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. അപ്പം മേജർ ലിമിറ്റേഷൻസ് ഒന്ന്, പവർ കൺസംപ്ഷൻ ഹൈ ആണ്. സെക്കൻഡ്, സിസ്റ്റം കോംപ്ലക്സിറ്റി ഹൈ ആണ് കമ്പയർഡ് ടു അനലോഗ് സിഗ്നൽ പ്രോസസ്സിംഗ്. ഇനി നമ്മളിപ്പോൾ ഇവിടെ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തു, അതുപോലെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി മൂവ് ഓൺ ടു ദ ലാസ്റ്റ് സെക്ഷൻ, ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻസ് ഓഫ് DSP. ലോട്ട് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട് DSPക്ക്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പീച്ച് ആൻഡ് ഓഡിയോ പ്രോസസ്സിങ്ങിലാണ്. ഇപ്പം സ്പീച്ച് റെക്കഗ്നിഷൻ, എക്കോ ക്യാൻസലേഷൻ, അവിടെയൊക്കെ നമ്മൾ DSP പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യും. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ആൻഡ് വീഡിയോ പ്രോസസ്സിങ്. ഇപ്പം സ്പീച്ച് പോലെ തന്നെ ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ഉണ്ട്, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇമേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫേസ് റെക്കഗ്നിഷൻ അതുപോലുള്ള അൽഗോരിതംസ് DSPയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. വീഡിയോസ് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ചെയ്യാൻ പറ്റും, റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ആപ്ലിക്കേഷൻസ് ഓഫ് DSP ആണ്. അനദർ ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷനിൽ നമ്മൾ DSP പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. റഡാർ, സോണാർ, അതുപോലത്തുള്ള മിലിറ്ററി ആപ്ലിക്കേഷൻസിൽ നമ്മൾ DSP പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അനദർ ഏരിയ ഈസ് ബയോമെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ. ഇപ്പം ബയോമെഡിക്കൽ സിഗ്നൽസ്, വേരിയസ് ബയോമെഡിക്കൽ സിഗ്നൽസ് ഉണ്ട്, ECG, EMG, എക്സ്റേ. അപ്പൊ അതുപോലത്തുള്ള സിഗ്നൽസിന്റെ അനാലിസിസിന് വേണ്ടിയിട്ട്, സിഗ്നൽ അനാലിസിസിന് വേണ്ടിയിട്ട് വി ആർ യൂസിങ് DSP. നെക്സ്റ്റ് വൺ ഈസ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. നമ്മുടെ ഡിജിറ്റൽ ക്യാമറ, സ്മാർട്ട് ഫോൺ, TV, സ്മാർട്ട് TV, അതിലൊക്കെ ആണെങ്കിൽ എന്ത് DSP പ്രോസസ്സേഴ്സ് ഉണ്ട്. പ്രോസസ്സേഴ്സ് ആണ് ആക്യുറേറ്റും ഫാസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ്
some of the major applications of DSP. നമ്മുടെ ഇന്നത്തെ ഈ സെഷനിൽ ഡി എസ് പിയുടെ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തു, അതുപോലെ അതിന്റെ മേജർ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു, ലിമിറ്റേഷൻസ് പോയിന്റ് ഔട്ട് ചെയ്തു, ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡി എസ് പി. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മീഡിയ.